എന്നാലും വഴിയെ പോകുന്നവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയേ. ആരും കോളേജിലെ ക്ലാസ് കിട്ടിയത് ഇവിടെ വന്നിരിക്കില്ലല്ലോ. കട്ട് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പ്രിൻസിപ്പളിന് ഒരേ നിർബന്ധം, കുറച്ചു നാളത്തേക്ക് എനിക്ക് ലേശം ഫ്രീ ടൈം അനുവദിച്ചു തരണമെന്ന്. പുള്ളിക്കാരി പിന്നെ അങ്ങനെ നിർബന്ധിക്കുമ്പോ നമ്മൾ വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഓ, അപ്പൊ സസ്പെൻഷനിലാണല്ലേ? അത് വീട്ടിലറിയാതിരിക്കാനാണ് ഇവിടുത്തെ ഈ ചുറ്റിക്കളി. ഓക്കെ, ഇപ്പൊ എല്ലാം ക്ലിയറായി. ആട്ടെ, എന്തായിരുന്നു വകുപ്പ്? അന്നത്തെ കൂട്ട് കരണത്തടിയോ അതോ അതിലും വലിയ കേസായിരുന്നോ? ഒരുത്തന്റെ തലയോട്ടിയുടെ ബലം പരിശോധിച്ചതാ. വിചാരിച്ച പോലെ സ്കൾ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അതിന് കിട്ടിയ പണിയാ. അടിപൊളി. താനൊരു റെയർ ബ്രാൻഡാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അല്ല, അന്നത്തെ PG സ്റ്റുഡന്റ് എന്താ ഈ വേഷത്തില്? അതൊരു കഥയാടോ. ബോറടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞ് ബോറടിപ്പിച്ചാൽ മതി. ഓക്കെ. അന്നത്തെ PG കാരന് നാട്ടിലൊരു മുടിഞ്ഞ പ്രേമം ഉണ്ടായിരുന്നു. PG കഴിഞ്ഞ് എവിടെയെങ്കിലും തരക്കേടില്ലാത്തൊരു ജോലി ഒപ്പിച്ചെടുത്തിട്ട് അവളെ കല്യാണം കഴിക്കുക എന്നായിരുന്നു ആഗ്രഹം. ജോലി ഉണ്ടെങ്കിൽ പെണ്ണ് ചോദിച്ച് ധൈര്യമായിട്ട് അവളുടെ വീട്ടിൽ കയറി ചെല്ലാലോ. പക്ഷേ ഭാവി അമ്മായി അച്ഛൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞു. എന്താ, ആ കുട്ടിയെ വേറെ കെട്ടിച്ചോ? കെട്ടിച്ച കൊന്നേനെ ഞാൻ. അയാൾ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയപ്പോഴേ എനിക്ക് അപകടം മണത്തു. കെട്ടിയില്ലേ ചത്ത് കളയെന്നുള്ള ഭീഷണിയുമായിട്ടില്ല അവളും. പറഞ്ഞ പോലെ ചെയ്യുന്നൊരു മുതലാവള്. അങ്ങനെ PG സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് പ്രേമിച്ച പെണ്ണിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു. ആഹാ, അന്തസ്. കഥ ഇതുവരെ ഓക്കെയാണ്. പിന്നെ പതിവ് പ്രാരാബ്ദം, പെണ്ണിനെ നോക്കാൻ ഈ ജോലി, അതൊക്കെ ആയിരിക്കുമല്ലോ തുടർന്നുള്ള എപ്പിസോഡുകൾ. കറക്റ്റ്. പക്ഷെ ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. കല്യാണം കഴിഞ്ഞ് പെണ്ണിന്റെ അപ്പൻ എല്ലാ കഥയിലും എന്ന പോലെ ഒരു കോംപ്രമൈസിന് വന്നു. പക്ഷെ അവൾ ഒരു രീതിയിലും തയ്യാറായില്ല. ഞങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കാത്ത ഒരുത്തരുടെയും സൗജന്യം ഞങ്ങൾക്ക് വേണ്ട, എന്നെ എൻ്റെ ഭർത്താവ് പണിയെടുത്ത് പോറ്റിക്കൊള്ളുന്ന ഒരു കീച്ചങ്ങ് കീച്ചി. അവിടെ ഞാൻ പെട്ടുപോയി പെങ്ങളെ. അപ്പോൾ അവളോട് ഇത്തിരി ദേഷ്യമൊക്കെ തോന്നിയെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കുന്നതിൻ്റെ ഒരു സുഖം ഇപ്പം ഞാൻ ശരിക്കറിയുന്നുണ്ട്. വാടകയ്ക്കാണെങ്കിലും ചെറിയൊരു വീടൊക്കെ സെറ്റാക്കി നല്ല അടിപൊളിയായിട്ട് കഴിയുന്നുണ്ട്. 4-5 മാസം കൂടെ കഴിഞ്ഞാൽ ഒരു പുതിയ മെമ്പർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാ കഷ്ടപ്പെട്ട് ഓടി നടക്കുന്നത്. ഇനിയിപ്പോൾ ഊണ് കഴിഞ്ഞിട്ടേ പണിക്കിറങ്ങുന്നുള്ളൂ. താൻ കഴിക്കുന്നില്ലേ? ഫുഡ് ബാഗിലുണ്ടോ? ഇല്ല, ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കാറില്ല. എങ്കി വാ, നമുക്ക് ഷെയർ ചെയ്യാം. അതൊന്നും വേണ്ട, താൻ കഴിച്ചോ. അത് പറ്റില്ല. എൻ്റെ പ്രിയതമയുടെ കൈപുണ്യം എങ്ങനെയുണ്ടെന്ന് അറിയാനെങ്കിലും താൻ ഇതിന്ന് ഇത്തിരി കഴിച്ചേ പറ്റൂ. ആ പിന്നെ, തന്നെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ ശ്രീമതിക്ക് തന്നെ അറിയാം. അതെങ്ങനെ? കോളേജിൽ പുതിയതായി ജോയിൻ ചെയ്ത പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയ കാര്യം 2 ദിവസം കഴിഞ്ഞ് ഞാൻ കാമുകിയോട് പറഞ്ഞിരുന്നു. സെന്റിമെന്റ്സ് ആണ് പ്രതീക്ഷിച്ചതെങ്കിലും സംഗതി പാളിപ്പോയി. അവളിതെനിക്ക് കട്ട സപ്പോർട്ടായിരുന്നു. ആദ്യമായി വന്ന പെൺകൊച്ചുങ്ങളെ റാഗിങ്ങിന്റെ പേരിൽ ശല്യപ്പെടുത്തുന്നത് ആണത്വമല്ലെന്ന് പറഞ്ഞ് 2 ദിവസം അവൾ മിണ്ടാതെ നടന്നത്. അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചയാളെ എന്നെങ്കിലും കാണുകയാണെങ്കിൽ ഒരു ലഡുവെങ്കിലും വാങ്ങി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള്. ലഡു കിട്ടിയില്ലെങ്കിലും അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഉരുള ചോറെങ്കിലും കഴിച്ചു എന്നറിയുമ്പോൾ അവള് ഹാപ്പിയാവും. വാ, ഇരിക്കും. കഴിക്കേ. കഴിക്കേ. എങ്ങനെയുണ്ട്? നീ എന്താ അപ്പോൾ ഫ്രീ ടൈമിൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കായിരുന്നത്? ലഞ്ച് ബ്രേക്കിന്റെ ടൈമിലും നിന്റെ മൊബൈൽ ഓഫായിരുന്നല്ലോ. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തോണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാ. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? കുഴപ്പമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറ അപ്പൂ. ഇന്നും ക്ലാസ്സിൽ സെപ്പറേറ്റ് ബ്ലോക്ക് ആയിരുന്നു നിനക്ക്? അതിനി മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. മാളൂനെ കണ്ടില്ലേ? ഇല്ല. അതെന്താ, ഇന്ന് അവള് ക്ലാസ്സിൽ വന്നില്ലേ?
എന്താ അപ്പു, എന്താ നീ ഇങ്ങനെ ചോദിച്ചതിനൊന്നും വ്യക്തമായിട്ട് മറുപടി പറയാതെ? എന്തുവരും നിനക്ക്? അമ്മ, ഞാനിന്ന് കോളേജിൽ പോയില്ല. അപ്പു, കോളേജിൽ പോവാതെ നീ ഇത്രയും നേരം എവിടെയായിരുന്നു? എന്തെടുക്കുകയായിരുന്നു? ഞാൻ പാർക്കിൽ ഇരുന്ന് സമയം കളഞ്ഞു. കോളേജിൽ പോകാത്തതിന് പല കാരണങ്ങളും ഉണ്ടമ്മേ. ക്ലാസ്സിൽ സെപ്പറേറ്റ് ബ്ലോക്ക് ആണെങ്കിലും ബ്രേക്ക് സമയത്ത് മറ്റുള്ളവരടുത്തുകൂടി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വരും. ടീച്ചേഴ്സിൻ്റെ അടുത്തോ പ്രിൻസിപ്പലിൻ്റെ അടുത്തോ കംപ്ലൈൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരും എനിക്കെതിരായിരിക്കും. പിന്നെ ഗേൾസിൻ്റെ വാഷ്റൂമിൽ എന്നെ കയറ്റില്ല. എനിക്ക് മാത്രമായിട്ടൊരു വാഷ്റൂം ഫെസിലിറ്റി അനുവദിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇനി എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് ഞാൻ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്താലും മാളൂനോട് മിണ്ടാതെ അവളെ തീർത്തും ഇഗ്നോർ ചെയ്ത് എനിക്ക് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മനസ്സെന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾ തൊട്ടടുത്തുണ്ടായിട്ടും അവളോടൊന്നും മിണ്ടാതെ കണ്ടതായിട്ട് പോലും ഭാവിക്കാതെ എനിക്ക് മാളൂനും അത് ഒരുപോലെ ബുദ്ധിമുട്ടായിരിക്കും അമ്മ. അങ്ങനെ എല്ലാ രീതിയിലും ആലോചിച്ച് നോക്കിയപ്പോൾ കോളേജിൽ പോവാതിരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് തോന്നി. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇത് തന്നെ എൻ്റെ തീരുമാനം. അപ്പോ മറ്റുള്ളവരെ പേടിച്ച് എത്ര നാൾ നീ ഇങ്ങനെ പുറത്തു നിൽക്കും? നിന്റെ പഠിത്തത്തിനെ എക്സാമിനേക്ക് ഇത് ബാധിക്കില്ലേ? അതുമാത്രമല്ല, കുറേ ദിവസം അടുപ്പിച്ച് നീ കോളേജിൽ ചെല്ലായിരുന്നാൽ കോളേജിൽ നിന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടില്ലേ? പ്രിൻസിപ്പൽ പറഞ്ഞ അച്ഛന് അറിഞ്ഞാൽ നീ എന്ത് സമാധാനം പറയും? ഇതൊന്നും അമ്മയെ അറിയിക്കേണ്ടെന്നാ ഞാൻ ആദ്യം കരുതിയത്. അതുകൊണ്ട് അമ്മയുടെ ഓരോ ചോദ്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറിയത്. പക്ഷെ പിന്നെ തോന്നി, നിങ്ങൾ രണ്ടുപേരുടെ മുന്നിലും അഭിനയിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ അടുത്തെങ്കിലും സത്യം തുറന്നു പറയുന്നതാണെന്ന്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. എല്ലാവരോടും എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഞാൻ എൻ്റെ ലൈഫുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വന്നതായിരുന്നു. പക്ഷെ അമ്മയാ അവിടുന്ന് വീണ്ടും എന്നെ നിർബന്ധിച്ച് ഈ ചേരാത്ത വേഷം തുടരാൻ ആവശ്യപ്പെട്ടത്. അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി, ആ തണൽ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ചു കാലത്തേക്കെങ്കിലും ഞാനതിന് തയ്യാറായി. അച്ഛന് വേണ്ടി മാത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു പറയാം. എൻ്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് എനിക്കിനി ഈ ലോകത്തെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് എനിക്ക് തന്ന വാക്ക് പാലിക്കണം. അച്ഛനെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് എന്നെ ഈ നാടകം കളിയിൽ നിന്നും കഴിവതും വേഗം ഒന്ന് ഫ്രീ ആക്കണം. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് എനിക്കിനിയും മുന്നോട്ട് പോകാൻ കഴിയും തോന്നുന്നില്ല. പിന്നെ കഴിയുമെങ്കിൽ ഒരു ഉപകാരം കൂടി ചെയ്തു തരണം. ഞാനൊരു പെണ്ണാണെന്ന് ഓരോ നിമിഷവും എന്നെ നിർബന്ധപൂർവ്വം ഓർമ്മിപ്പിക്കാനും അനുസരിപ്പിക്കാനും ശ്രമിക്കുന്ന അച്ഛൻ്റെ രീതികളൊന്നും പറഞ്ഞ് അവസാനിപ്പിച്ചു തരണം. അപ്പു എന്ന് മാറ്റി അപൂർവ എന്ന് വിളിക്കുമ്പോഴും എൻ്റെ ഡ്രസ് കോഡും ബുള്ളറ്റും ഒക്കെ ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സ് ഉറക്കെ വിളിച്ച് പറയാതിരിക്കാൻ പാടുപെടുക. ഞാൻ അതൊക്കെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പു. അച്ഛൻ അതൊക്കെ മനസ്സിലാവുകയും ചെയ്തു. ഇങ്ങനൊരു നാടകം കളിക്കേണ്ടി വരുന്നതിൽ നിന്നെ പോലെ അല്ലെങ്കിൽ നിന്നേക്കാൾ കൂടുതൽ പ്രഷർ ഞാനും അനുഭവിക്കുന്നുണ്ട്. നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളെ ഞാനും നീയും ചേർന്ന് പറ്റിക്കുകയാണല്ലോ എന്ന് കുറ്റബോധത്തോടെയാ ഞാൻ ഓരോ ദിവസവും എരിഞ്ഞു തീരുന്നത്. ആ മുഖത്ത് നോക്കാൻ പോലും ഇപ്പൊ അമ്മയ്ക്ക് പേടിയാ അപ്പു. അമ്മയെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും ഈ മാസ്ക് ഒന്ന് വലിച്ചെറിയാൻ വേണ്ടിയാ കാര്യങ്ങളൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ ഞാൻ അമ്മയെ നിർബന്ധിക്കുന്നത്. എനിക്കറിയാം, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നീ എനിക്ക് കുറച്ച് സമയം തന്നേ പറ്റൂ. അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്കെൻ്റെ കരിയറിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതെനിക്ക് നിറവേറ്റണമെങ്കിൽ, അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങണമെങ്കിൽ എനിക്ക് ഞാനായേ പറ്റൂ. അപ്പു എന്ന ആളിന് ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി നിന്ന് ഈ ലോകത്തെ നോക്കണം. അതെന്റെ വാശിയാണ്.